ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതുപോലുള്ള സോൾഡറിങ്ങാണ് കോമൺ ആയിട്ട് വരുന്ന കംപ്ലൈൻറ്റുകൾ എങ്ങനെയാണ് നന്നാക്കി എടുക്കുന്നതെന്നും അതുപോലെ കംപ്ലൈൻ്റ് ആയ ഇതുപോലുള്ള പഴയ ബിറ്റുകളൊക്കെ മാറിയിട്ട് ഇതുപോലുള്ള പലതരത്തിലുള്ള ബിറ്റുകളൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും അതുപോലെ ഇങ്ങനെയുള്ള പോയിന്റ് പോലുള്ള ബിറ്റുകളൊക്കെ ഉപയോഗിച്ചുള്ള ഗുണങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിലും പഴയ സോൾഡറിങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ബിറ്റുകളൊക്കെ മാറി ഇങ്ങനെയുള്ള ബിറ്റുകളൊക്കെ ഉപയോഗിച്ച് ഇതുപോലുള്ള ചെറിയ കമ്പോണൻ്റൊക്കെ ഉള്ള ബോർഡുകളിൽ സോൾഡർ ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിന്നിവിടെ എടുത്തേക്കുന്നത് രണ്ട് സോൾഡറിൻ്റെ സോൾഡറിങ്ങാനാണ്. അപ്പോൾ ഇത് രണ്ടും കംപ്ലൈൻ്റ് ആയതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സോൾഡറിങ്ങാനുകളൊക്കെ കംപ്ലൈൻ്റ് ആയാൽ എങ്ങനെയാണ് നന്നാക്കി എടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ സോൾഡറിങ്ങാനൊക്കെ കോമൺ ആയിട്ട് ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പം ഇതിൻ്റെ ഈ ബിറ്റ് ഈ കാണുന്ന പോലെ ആയി പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ ഇട്ടാലും വീണ്ടും ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ചൂടായി കഴിയുമ്പം ഇതുപോലെ കരിഞ്ഞ പോലെ വരും. അപ്പോൾ ഇതുപോലെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ലെഡ് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്, ചൂട് വേണ്ടത്ര രീതിയിൽ പെട്ടെന്നാവില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പം ഇതേപ്പറ്റി അറിയില്ലാത്തവർ പുതിയ സോൾഡറിങ്ങാൻ മേടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള മോഡൽ ഏത് ബ്രാൻഡിൻ്റെ സോൾഡറിങ്ങാനാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇതിൻ്റെയൊക്കെ ബിറ്റുകൾ തന്നെയായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ കംപ്ലൈൻ്റ് ആയ പഴയ ബിറ്റ് മാറി പുതിയ ബിറ്റിട്ട് വീണ്ടും ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഈ കാണുന്ന പോലെ രണ്ട് ടൈപ്പിലുള്ള സോൾഡറിങ്ങാൻ ബിറ്റുകളാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു ബിറ്റ് നോർമലായിട്ടുള്ളതും ഒന്ന് കൂർത്ത് പോയിന്റ് പോലുള്ളതാണ്. ഇതുപോലെയുള്ള പലതരത്തിലുള്ള അയൺ ബിറ്റുകൾ മേടിക്കാൻ കിട്ടും. വീതി കൂടിയ ടൈപ്പിലൊക്കെ ഉള്ളതുണ്ട്. അതുപോലെ ഞാനിവിടെ ഈ ഒരു അയൺ ബിറ്റ് മേടിച്ച സമയത്ത് ഇതിന് 60 രൂപയാണായത്. ഈ ഒരു ടൈപ്പ് ബിറ്റിന് 90 രൂപയാണായത്. അപ്പോൾ ഇങ്ങനെയുള്ള അയൺ ബിറ്റുകളൊക്കെ ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ സ്പെയർ കിട്ടുന്ന ഒട്ടുമിക്ക എല്ലാ ഷോപ്പുകളിലും മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ പോയിന്റ് പോലുള്ള അയൺ ബിറ്റൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ SMD കമ്പോണൻസ് ഒക്കെ വരുന്ന ബോർഡിൽ കുറച്ചും കൂടി എളുപ്പമുണ്ട് സോൾഡ് ചെയ്യാനൊക്കെ. അപ്പോൾ ഞാനിവിടെ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്ന സോൾഡറിങ് അയണിൻ്റെ ബിറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ കുറച്ച് നാളിങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പം അയൺ ബിറ്റ് ഇതുപോലെ കരി പിടിച്ച പോലെയൊക്കെ ആവും. അതുപോലെ പിന്നെ ഈ ഒരു അയൺ ബിറ്റിൻ്റെ അറ്റഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ വീണ്ടും കുറച്ച് നാൾ കൂടി ഉപയോഗിക്കാൻ പറ്റും. ഇതങ്ങനെ അറ്റഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് ഞാൻ വീണ്ടും ഉപയോഗിച്ചതാണ്. അങ്ങനെ പുതിയ അയൺ ബിറ്റും പഴയ അയൺ ബിറ്റും തമ്മിൽ ഇത്രയും നീള വ്യത്യാസമുണ്ട്. അതുപോലെ ഞാനിന്നിവിടെ എടുത്തേക്കുന്ന ഈ രണ്ട് സോൾഡറിങ്ങാനിൽ ഒന്നിൻ്റെ ബിറ്റാണ് കംപ്ലൈൻറ്റ്, ഒന്നിൻ്റെ പവർ കേബിളും. അപ്പോൾ പവർ കേബിൾ കംപ്ലൈൻ്റ് ആയ ഈ ഒരു സോൾഡറിങ്ങാൻ്റെ ബിറ്റ് ഇതിലേക്ക് എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഈ ഒരു കൂർത്തിരിക്കുന്ന ഈ ഒരു അയൺ ബിറ്റായിട്ട് ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു കംപ്ലൈൻ്റ് ആയ ബിറ്റ് ഇതിൽ നിന്ന് ഊരി കളയാം. അപ്പോൾ പഴയ അയൺ ബിറ്റ് ഊരാൻ നേരത്ത് ഈ ഒരു സൈഡിൽ മാത്രമാണ് ഇങ്ങനെ പ്ലെയർ ഇട്ട് പിടിക്കാവുള്ളൂ. ഇതുപോലെ പ്ലെയർ ഉപയോഗിച്ച് ഇതിൻ്റെ ഒരു സെൻറ്ററിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളിലുള്ള ഹീറ്റിംഗ് ട്യൂബ് ബെൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു അറ്റത്ത് മാത്രം പ്ലെയർ ഇട്ട് പിടിച്ച് ഒന്ന് പതിയെ ഒന്ന് കറക്കി കൊടുത്താൽ മതി, ഊരി വരും പെട്ടെന്ന് തന്നെ. അതുപോലെ അയൺ ബിറ്റും ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ഊരി ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ കരി പോലെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചൂടായി കിട്ടില്ല. അപ്പോൾ ഈ ഒരു അയൺ ബിറ്റ് ഇതുപോലെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇനി ഇത് ഉപയോഗിക്കുന്നില്ല. അതുപോലെ സോൾഡറിങ് ചെയ്യേണ്ട ഈ ഹീറ്റിംഗ് എലമെൻറ്റിലും കരി പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ സോൾഡറിങ് ചെയ്യേണ്ട ബിറ്റൊക്കെ ഇതുപോലെ ഊരിയെടുക്കുന്ന സമയത്ത് പ്രത്യേകം ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെ അറ്റത്ത് ഈ കാണുന്ന പോലെ ചെറിയൊരു അടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു അടപ്പ് ചാടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള സെറാമിക് പൗഡർ എല്ലാം ചാടിപ്പോയി കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഹീറ്റിംഗ് കോയിൽ അത് ഇതിൻ്റെ ഈ ട്യൂബിലെല്ലാം ടച്ച് ചെയ്ത് ഷോർട്ട് ആവാനും അതുപോലെ ഇത് നമ്മൾ കറണ്ടിലേക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഷോക്ക് അടിക്കാനും ചാൻസ് ഉണ്ട്. സോൾഡറിൻ്റെ ഈ ഒരു ഹീറ്റിംഗ് എലമെൻറ്റ് അങ്ങനെ അധികം കംപ്ലൈൻറ്റ് ആവാറില്ല. അത്യാവശ്യം നല്ല രീതിയിൽ കട്ടി നല്ല ക്വാളിറ്റിയുള്ള ട്യൂബാണ് ഇതിന് ഉപയോഗിച്ചേക്കുന്നത്. കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന സോൾഡറിങ്ങാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കണ്ടുവന്നേക്കുന്നത്. അതുപോലെ സോൾഡറിങ് ചെയ്യേണ്ട ഹീറ്റിംഗ് എലമെൻറ്റ് കംപ്ലൈൻ്റ് ആയാൽ അതും നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. 120 രൂപയ്ക്കാണ് കടകളിൽ. അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ കേബിൾ കംപ്ലൈൻ്റ് ആയ ഒരു സോൾഡറിങ് ചെയ്യേണ്ട ബിറ്റ് ഊരിയിട്ട് ബിറ്റ് കംപ്ലൈൻ്റ് ആയ ഈ ഒരു സോൾഡറിങ് ചെയ്യേണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബിറ്റ് ഇട്ട് കുറച്ച് നാളും കൂടെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ പഴയ ബിറ്റ് ഊരിയിട്ടിടുന്ന സമയത്ത് ലൂസ് ആണെങ്കിൽ പ്ലെയർ ഉപയോഗിച്ച് പതിയെ ഒന്ന് ചിലക്കിയിട്ട് ഇട്ടാൽ മതി. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു സോൾഡറിങ് ചെയ്യാനോട് ശരിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൽ പുതിയ ബിറ്റും കേബിളും മാറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സോൾഡറിങ് ചെയ്യാനൊക്കെ കൂടുതലായിട്ടും വർക്ക് ചെയ്യാതെയൊക്കെ വരുന്നത് ഇതിൻ്റെ പവർ കേബിൾ കംപ്ലൈൻ്റ് ആകുന്നതാണ്. അതായത് കുറഞ്ഞ വില കിട്ടുന്ന സോൾഡറിങ് ചെയ്യേണ്ടിയൊന്നും പവർ കേബിളിന് വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. കുറച്ച് നാളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പം ഒന്നെങ്കിൽ ഇതിൽ കണക്ട് ചെയ്തേക്കുന്ന വയർ ചിലപ്പം ഉള്ളിൽ നിന്ന് വിട്ടുപോകും. അതല്ലെങ്കിൽ പവർ കേബിളിൻ്റെ ഉള്ളിലുള്ള വയർ എവിടെ നിന്നെങ്കിലും കട്ടായിട്ട് അവിടെ നിന്ന് ചിലപ്പോൾ ഇങ്ങനെ ഷോർട്ടായിട്ട് പുക പോലെയൊക്കെ വരാറുണ്ട്. കുറഞ്ഞ വിലയുടെ സോൾഡറിങ് ആണെങ്കിലും അധികം അങ്ങനെ അതിൻ്റെ ഹീറ്റിംഗ് എലമെൻറ്റ് അങ്ങനെ കംപ്ലൈൻറ്റ് ആവാറില്ല. ഇപ്പോൾ സോൾഡറിങ് ആണുകൾ വർക്ക് ചെയ്ത് വരുന്ന ഒരു 90% ചാൻസും അതിൻ്റെ ആ ഒരു പവർ കേബിൾ കംപ്ലൈൻറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇടയ്ക്കുന്ന എവിടെയെങ്കിലും ബ്രേക്ക് ആയി പോയിട്ടൊക്കെയാണ്. അപ്പോൾ നമുക്ക് പവർ കേബിളും റീപ്ലേസ് ചെയ്ത് വേറെ ഇടാൻ പറ്റും. അപ്പോൾ പുതിയ പവർ കേബിൾ ഇടണമെങ്കിലുള്ള പ്രശ്നം നമുക്കിത് സോൾഡർ ചെയ്യണമെങ്കിൽ വേറൊരു സോൾഡറിങ് ആൻ വേണം. അതുപോലെ ഇതിൽ 3 പിന്നുകളായതുകൊണ്ട് ചിലർക്കൊക്കെ ഇതിൽ ഏതിലൊക്കെയാണ് വയർ കണക്ട് ചെയ്യേണ്ടതെന്ന് സംശയങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സോൾഡറിങ്ങുകളിൽ കാണുന്ന 3 പിന്നുകളിൽ ഒരു പിന്ന് എർത്തിൻ്റെയും 2 ഹീറ്റിംഗ് കോയിലിൻ്റെയാണ്. അപ്പോൾ ഈ 3 പിന്നുകളിൽ ഒരു പിന്നിന് കുറച്ച് വീതി കൂടുതലുണ്ട്, അതാണ് എർത്ത്. ഹീറ്റിംഗ് കോയിലിൽ നിന്ന് വരുന്ന പിന്നുകൾ രണ്ടും സെൻട്രലായിട്ടായിരിക്കും കാണുന്നത്. അതിലൊരു പിന്നിൽ ഡയോഡും കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സെൻട്രലിൽ കാണുന്ന ഈ 2 പിന്നിലേക്കാണ് ഫേസും ന്യൂട്രലും കണക്ട് ചെയ്യേണ്ടത്. പവർ കേബിളിൻ്റെ ഫേസിലേയും കണക്ട് ചെയ്യേണ്ടത് ഈ ഒരു ഡയോഡ് കണക്ട് ചെയ്തേക്കുന്നതിലേക്കാണ്. അതുപോലെ സോൾഡറിങ് ആൻഡ് ഹീറ്റ് ആവുന്നില്ലെങ്കിൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഈ 2 കോയിലിൻ്റെ 2 പിന്നുകൾ ഇതിലേക്ക് മൾട്ടിമീറ്റർ കണക്ട് ചെയ്ത് കണ്ടിന്യൂറ്റി നോക്കിയാൽ മതി. ഹീറ്റിംഗ് കോയിൽ കട്ടായി പോയതാണെങ്കിൽ കണ്ടിന്യൂറ്റി ഒന്നും കാണിക്കില്ല. അതുപോലെ ഈ ഒരു സോൾഡറിങ് ചെയ്യേണ്ട കേബിൾ കംപ്ലൈൻ്റ് ആയപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കാതിരുന്നതാണ്. അപ്പോൾ ഇന്ന് ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് നീളം കൂടിയ കേബിളാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 0.5 mm 3 കോർ കേബിളാണ്. ഇത് ഏകദേശം ഒരു 6 മീറ്ററോളം നീളമുള്ള കേബിളാണ് എടുത്തേക്കുന്നത്.
ഇതുപോലുള്ള കേബിളുകളൊക്കെ ഇലക്ട്രിക് കടകളിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ ഈ ഒരു കേബിളിൽ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ കാണുന്ന പോലത്തെ ഒരു 3 പിൻ ടോപ്പാണ്. ഇതും ഇലക്ട്രിക് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. ഇതിന് 60 രൂപയായി. അപ്പോൾ ഇതിനുള്ള 3 പിൻ ടോപ്പുകളിലെല്ലാം ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം ഓരോ പിന്നിനോടും ചേർന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതിൽ ഈ വലിയ പിന്നിലേക്കാണ് എർത്ത് വയർ കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ ഈ പിന്നിൻ്റെ സൈഡിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ അല്ലെങ്കിൽ ഈ കാണുന്ന പോലെ ഒരു ചിഹ്നമായിരിക്കും. പിന്നെ ഈ കാണുന്ന ഈ ചെറിയ 2 പിന്നുകൾ ഇതാണ് ഫേസും ന്യൂട്രലും. അപ്പോൾ ഈ 2 ചെറിയ പിന്നുകളിൽ ഒരെണ്ണത്തിൻ്റെ സൈഡിലായിട്ട് L എന്നും മറ്റൊന്നിൻ്റെ സൈഡിലായിട്ട് N എന്നും ആയിരിക്കും കൊടുത്തേക്കുന്നത്. അപ്പോൾ L എന്ന് മാർക്ക് ചെയ്തേക്കുന്ന പിന്നിലാണ് ലൈൻ കണക്ട് ചെയ്യേണ്ടത്, അതായത് ഫേസ്. പിന്നെയുള്ള പിന്നിൽ അടയാളപ്പെടുത്തിയേക്കുന്നത് N എന്നായിരിക്കും, അത് ന്യൂട്രലാണ്, അതായത് നെഗറ്റീവ്. അപ്പോൾ ഇങ്ങനെയുള്ള 3 പിൻ ടോപ്പുകളിൽ ഇതുപോലുള്ള 3 കോർ കേബിൾ ഉപയോഗിക്കുന്ന സമയത്ത് N എന്ന് അടയാളപ്പെടുത്തിയേക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് ബ്ലാക്ക് വയറും L അല്ലെങ്കിൽ P എന്ന് അടയാളപ്പെടുത്തിയേക്കുന്ന ആ ഒരു പിന്നിലേക്ക് റെഡ് വയറും E എന്ന് എഴുതിയേക്കുന്ന പിന്നിലേക്ക് ഗ്രീൻ വയറുമാണ് കണക്ട് ചെയ്യുന്നത് സാധാരണയായിട്ട്. അതുപോലെ ഈ ഒരു പവർ കേബിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അതും നമ്മൾ കളർ കോഡൊക്കെ നോക്കിയിട്ട് വേണം ഫേസ് ന്യൂട്രൽ എർത്ത് ഇതിലൊക്കെ എല്ലാം കണക്ട് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു 3 പിൻ ടോപ്പിലേക്ക് 3 വയറും കണക്ട് ചെയ്ത് ഇതിൻ്റെ ഒരു പുറമെയുള്ള കവറും ഇട്ട് നമ്മളത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഒരു 3 പിൻ ടോപ്പിൽ കണക്ട് ചെയ്തേക്കുന്ന ഈ ഒരു കേബിളിൻ്റെ എൻഡ് ഭാഗം നമുക്കിനി സോൾഡറിങ് അയണിലേക്ക് കണക്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് നമ്മൾ ഈ ഒരു അയണിലേക്ക് നമ്മൾ ഈ ഒരു കൂർത്ത ബിറ്റാണ് ഇതിലേക്ക് ഇടുന്നത്. ഇതിനെ ബിറ്റെന്നും അതുപോലെ തന്നെ സോൾഡറിങ് ടിപ്പ് എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ഈ ഒരു സോൾഡറിങ് അയണിൽ കിടന്ന പഴയ അയൺ ബിറ്റ് നമ്മൾ ഊരി വേറൊരു സോൾഡറിങ് അയണിലേക്ക് ഇട്ടിരുന്നു. ആ കാണുന്നതാണിത്. അപ്പോൾ ഇതിന് കുഴപ്പമൊന്നുമില്ല, ലെഡൊക്കെ നന്നായിട്ട് ഉരുകി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ സോൾഡറിങ് അയണിൽ കേബിളും കൂടി കണക്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ ഒരു കേബിളിൻ്റെ വയർ കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ലോക്കും കൂടി ഇടണം. അതല്ലെങ്കിൽ കേബിൾ ഇങ്ങനെ വലിയുന്ന സമയത്ത് സോൾഡറിങ് അയണിൻ്റെ പിന്നിൽ കണക്ട് ചെയ്തിരിക്കുന്ന വയറുകൾ വിട്ടുപോകാനൊക്കെയുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ ഈ ലോക്ക് സോൾഡറിങ് അയണിൻ്റെ ആ ഒരു പഴയ കേബിൾ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അയണിൻ്റെ പിന്നിൽ നമ്മൾ സോൾഡർ ചെയ്തേക്കുന്ന വയർ പെട്ടെന്ന് വിട്ടുപോകുന്ന പ്രശ്നമൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 3 പിൻ ടോപ്പിൻ്റെ എർത്ത് പിന്നിൽ കണക്ട് ചെയ്തേക്കുന്ന പച്ച വയർ ഈ ഒരു സോൾഡറിങ് അയണിൻ്റെ എർത്ത് പിന്നിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് 3 പിൻ ടോപ്പിൻ്റെ ന്യൂട്രലിൽ കണക്ട് ചെയ്തേക്കുന്ന വയർ, ഈ ഒരു ബ്ലാക്ക് വയർ നമ്മൾ ഹീറ്റിംഗ് കോയിലിൻ്റെ ഒരു പിന്നിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. വയറുകൾ തമ്മിൽ ഷോർട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ലീവ് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് 3 പിൻ ടോപ്പിൻ്റെ ലൈനിൽ കണക്ട് ചെയ്തേക്കുന്ന ഫേസ് വയർ, അതായത് റെഡ് വയർ സോൾഡറിങ് ചെയ്യേണ്ട ഈ ഒരു ഹീറ്റിംഗ് കോയിലിൻ്റെ ഒരു പിന്നിൽ ഈ ഒരു ഡയോഡ് കണക്ട് ചെയ്തേക്കുന്ന ഈ ഒരു ഡയോഡിൻ്റെ ഈ ഒരു പിന്നിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയുള്ള ഇതിൻ്റെ കണക്ഷൻസ്. ഇനി ഇതിൻ്റെ ഒരു പുറമെയുള്ള ഒരു സ്ലീവും കൂടി ഇട്ട് പുറമെയുള്ള ഒരു ഹാൻഡിൽ കവറും കൂടി ഇട്ട് ഇത് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചാൽ മതി. അങ്ങനെ ഇതിൻ്റെ പരിപാടി എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറണ്ടിൽ കണക്ട് ചെയ്തും ചെക്ക് ചെയ്ത് നോക്കാം. ഇതെനിക്ക് ഉപയോഗിക്കാനൊക്കെ എളുപ്പത്തിനായിട്ട് ഞാൻ ഇതിലേക്ക് 6 മീറ്റർ കേബിളാണ് ഉപയോഗിച്ചേക്കുന്നത്. അതുപോലെ ഈ ഒരു ബിറ്റും ചൂടായി കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ഒരു സിൽവർ കളറൊക്കെ മാറിപ്പോവും. അങ്ങനെ നമ്മുടെ ഈ ഒരു സോൾഡറിങ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ലെഡൊക്കെ നന്നായിട്ട് ഉരുകി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പോയിന്റ് പോലുള്ള സോൾഡറിങ് ആണൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ബോർഡുകളിൽ ഓരോ ചെറിയ കമ്പോണൻ്റൊക്കെ നമുക്ക് സോൾഡർ ചെയ്യാനും ഡീസോൾഡർ ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ ഇങ്ങനെയുള്ള ബോർഡുകളിലൊക്കെ ചാർജിങ് സോക്കറ്റ് കടന്നു പോയി കഴിയുമ്പം അതിൽ നമുക്ക് വേറെ ചാർജിങ് സോക്കറ്റൊക്കെ സോൾഡർ ചെയ്യാനും ഇങ്ങനെയുള്ള ചെറിയ പോയിന്റ് പോലത്തെ ബിറ്റുള്ള സോൾഡറിങ് ആണ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിലും അങ്ങനെയുള്ള പഴയ സോൾഡറിങ് ആനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ബിറ്റ് മാറി ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഇങ്ങനെയുള്ള സോൾഡറിങ് ബിറ്റുകൾക്കും സോൾഡറിങ് ആനുകൾക്കെല്ലാം പല സ്ഥലങ്ങളിലും പല വിലയായിരിക്കും. അതുപോലെ നമ്മുടെ വീഡിയോയിൽ ആദ്യമേ ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. സോൾഡറിങ് ആണുകളൊക്കെ വർക്ക് ചെയ്യാതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പവർ കേബിൾ ചെക്ക് ചെയ്യാനായിട്ട് മൾട്ടിമീറ്ററോ അതല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ടെസ്റ്റൊക്കെ ഉപയോഗിക്കാം. കുറഞ്ഞ വിലയുടെ സോൾഡറിങ് ആൻ്റെയൊക്കെ കേബിളാണ് വേഗം തന്നെ കംപ്ലയിൻ്റ് ആയി പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.